ഹേ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു NXT എന്നൊരു വീഡിയോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടായിട്ടുള്ള NXT 444 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഗൈസ്. ഓക്കെ, അതാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിൽ ഒരു ചെറിയൊരു ടെമ്പററി ബാൻ കിട്ടിയിരിക്കുകയാണ്, അതായത് 42 മൈനസ്. എനിക്കൊരു 80ൻ്റെ ടോപ്പ് അപ്പ് ചെയ്യാണ്ട് ഇനി എനിക്ക് ആ അക്കൗണ്ടിൽ കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 30 രൂപയേ ഉള്ളൂ, ഇനി ഒരു 50 രൂപയും വേണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊരു 50 രൂപയുടെ റെഡീം കോഡ് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡിയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം എന്ത് വന്നാലും ഞാനത് തിരിച്ചു തരാൻ പരമാവധി നോക്കുക തന്നെയല്ല. എന്തായാലും നിങ്ങൾക്ക് അത് തിരിച്ചു തരും. ഓക്കെ, ഇപ്പം എൻ്റെ അടുത്ത് ഫണ്ടില്ല, അപ്പോൾ എങ്ങനെ ഒരു 1 മന്തൊക്കെ ആവും എനിക്കൊരു 50 രൂപയോളം കിട്ടണമെങ്കിൽ ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇത്തിരി ഫണ്ടിൻ്റെ പ്രോബ്ലമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്തായാലും മാക്സിമം അക്കൗണ്ട് എന്തായാലും തിരിച്ചെടുക്കും, കാരണം അതിപ്പോൾ ഞാൻ ഇഷ്ടംപോലെ ടോപ്പപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും എനിക്ക് അക്കൗണ്ട് തിരിച്ചെടുത്തേ പറ്റൂ. പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളോ വേഴ്സസ് സോളോ ഒരു BR റാങ്ക്ഡ് മാച്ചാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഗോൾഡ് 4 അടിച്ചു കളിച്ച് ഇപ്പോൾ ഒരു 1 വീക്കായിട്ടുണ്ടാകും ഗൈസ് ആ അക്കൗണ്ട് ബാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്ക് ജമ്പൊക്കെ ചെയ്യാൻ പഠിച്ചിട്ട് ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും പീക്കിലിറങ്ങി ഒരുത്തനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വേറൊരുത്തൻ പോണ്. ഓക്കെ, ഫമാസിനൊരു 156 കൊടുത്ത് കിട്ടി ഗൈസ്. ഓക്കെ, അവനെ എന്തായാലും ഓടിച്ചിട്ട് പിടിക്കുക ഗൈസ്. ഡേ പോകുന്നു. ഡ്രാഗ് ചെയ്താണ് ഗൈസ്. ഓക്കെ, ഒന്നുകൂടി ചാടാ ഗൈസ്. അവനെ കാണാനില്ല. കിട്ടി ഗൈസ്. ഓക്കെ, ഒന്നുകൂടി കൊടുക്കാം. 29 21 ഗൈസ്. ഓക്കെ, 229 പിന്നെ ഒരു 29 കൊണ്ട് ഗൈസ്. ഓക്കെ, അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മ ഇനി തൊട്ട് കൂടുതലും ചലഞ്ചുകൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതായത് നോ ഗ്ലൂ വാൾ ചലഞ്ച്. ഇനി ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഗെയിം കളിയൊക്കെ നിർത്താനുള്ള തീരുമാനത്തിലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി തൊട്ട് ഈ ചാനലിൽ അപ്കമിങ് ഇവൻസിനെ കുറിച്ചായിട്ടുള്ള ഗൈസ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ആയിക്കോളൂ. ഇനി വരുന്ന അടുത്ത ഡയമണ്ട് റോയൽ, വെപ്പൺ റോയൽ, അങ്ങനെ ഗോൾഡ് റോയൽ, ഇനി പുതിയതായിട്ട് വരുന്ന ഇവൻറ്റുകൾ, ഇനി ഏതൊക്കെ ബണ്ടിൽ തിരിച്ചു വരും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹോമറിൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഡ്രോണിൽ നിന്ന് ഒരു അടി കിട്ടി ഗൈസ്. ഓക്കെ, ഇതേ അവനാണ് തോന്നണ ഹോമർ. ഡ്രാഗ് ചെയ്യേണ്ട ഗൈസ്, ഹെഡൊന്നും കയറുന്നില്ല. ഞാനിപ്പോൾ എന്തായാലും 6 ദിവസത്തോളമായി ഇപ്പോൾ ഗെയിം കളിച്ച് തുടങ്ങിയിട്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മാച്ച്. ഞാൻ തിരുവനന്തപുരത്ത് പോയേക്കാണ് ഗൈസ്. ഓക്കെ, തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഗെയിമൊന്നും കളിക്കേണ്ടായിരുന്നില്ല. നമ്മൾ എന്തായാലും അവനും 2 റെഡും പിന്നെ ബോഡി ഷോട്ടൊക്കെ കൊടുത്ത് ഹെഡ് ഷോട്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ടോക്കണൊക്കെ കളിച്ച് നമുക്ക് ഈ പീക്കിൻ്റെ മണ്ടേ കയറാം. മണ്ടേ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ കില്ലൊക്കെ കിട്ടും. ഞാൻ എന്തായാലും അത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ പീക്കിലെ ടോക്കൺ കളിച്ചാൽ എനിക്ക് നേരെ മാപ്പിൽ ഒരു എനിമീനെ കാണിച്ചു. നോക്കി അവന് നല്ല ഫുൾ ബോഡി ഷോട്ട് കൊടുത്തു ഗൈസ്. ഓക്കെ, അവന് ഇനിയിപ്പോൾ ഗ്ലൂ വാൾട്ട് കവർ നമുക്ക് ഈ റോക്കറ്റ് ലാഞ്ചർ വെച്ചാൽ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പോൾ ലോങ് ഓടി എടുത്തിട്ട് കുത്തി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ കംപ്ലീറ്റ് ആയി ഗൈസ്. ഓക്കെ, അവൻ വണ്ടിയുടെ പുറകിൽ ഒളിച്ചിരിക്കണമായിരുന്നു തോന്നുന്നു, അതാണ് അടിച്ചിട്ട് കിട്ടാതെ ഗൈസ്. ഈ മുമ്പിൽ ഒരുത്തൻ നമ്മൾ ഒരു ഗ്ലൂ ഇട്ട് സൈഡിൽ കൂടെ ഓടി ഗൈസ്. ഓക്കെ, നല്ല ഡാമേജ് വന്ന് നമുക്ക് ഗ്ലൂ ഇട്ട് കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡെത്താവും ഗൈസ്. ഓക്കെ, അപ്പോൾ ചെക്കൻ നമ്മളൊന്ന് ഫിയറാക്കി, എന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. നമ്മൾ മെഡിക്കിറ്റ് അടിച്ച് നമുക്ക് ഈ വണ്ടിയുടെ മുകളിൽ കൂടെ ചാടിക്കയറാന്നുള്ള രീതിക്കാണ് ഞാൻ ഗ്ലൂ ഇട്ടിരുന്നത് ഗൈസ്. ഓക്കെ, ഇത് അറിയാലോ, ഗോൾഡ് 5 ആകുമ്പോൾ ബോട്ട് പ്ലേയേഴ്സ് ആയിക്കുള്ളൂ കൂടുതൽ. അപ്പോൾ അവനെന്തായാലും ഗ്ലൂ ഒന്ന് അടിച്ച് ബ്രേക്ക് ചെയ്യാണ്ടതോ നീഡ് ഇടാണ്ടൊക്കെ വെറുതെ ഓടി രക്ഷപ്പെട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ മാച്ചൊക്കെ ഗ്ലൂ ഇല്ലാണ്ട് ജയിക്കാന്നുള്ളൂ ഗൈസ്. ഓക്കെ, അത് ഞാൻ എന്തായാലും അടുത്ത ചലഞ്ച് പോലെ ചെയ്യുന്നതാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ 1200 ടോക്കൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഗോ പോർട്ടൽ മേടിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പക്ഷേ ഇതുമായിട്ട് കിട്ടില്ല പോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിക്കോളൂ ഗൈസ്. അപ്പോൾ അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്പം നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് കിട്ടും. ഇപ്പോൾ ചാനലൊക്കെ ഒന്ന് ഡൗൺ ആണ്. നേരത്തെ ഇട്ട 2 വീഡിയോ കോപ്പിറൈറ്റ് അടിച്ച് പോയി ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരു ഇൻട്രോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രോൻ്റെ സോങ് ഇതായിരുന്നു, ഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആയിരുന്നു, അതായിരുന്നു തോന്നുന്നു. സോ ഇതിൻ്റെ നേരെ മുമ്പിൽ ഒരുത്തൻ അപ്പോൾ 64 ഒരെണ്ണം കൊടുത്തു, കൊടുത്ത് ചാടി. ഓക്കെ, ബോഡി ഷോട്ട് കൊടുത്ത് ഇപ്പോൾ തന്നെ 6 കില്ലായിട്ടോ. അതേസമയം സോളോ വേഴ്സസ് സ്ക്വാഡ് ഒരു നോ ഗ്ലൂ വാൾ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോളോ വേഴ്സസ് സ്ക്വാഡ് പ്ലാറ്റിനം 1 ആണ് ഇപ്പോൾ എൻ്റെ റാങ്ക്. ഈ മാച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കളിച്ച് പുഷ് ചെയ്ത് നൈസായിട്ട് പുഷ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ പ്ലാറ്റിനം 1 2 ആയി ഗൈസ്. ഓക്കെ, ഞാനിതെന്തായാലും കളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഗൈസ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്ന് കറക്റ്റാക്കി, കാരണം ഹെഡൊന്നും കയറുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണം നിങ്ങൾക്കപ്പോൾ ഈ ചാനൽ മറക്കുക, സബ് ചെയ്ത് നമ്മൾ റോഡ് ടു 100 സബ്ബാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ 63 64 സബ് എന്തോ ഗൈസ്. ഓക്കെ, ഇനി ഒരു 37
5:36 സബ്ബൊക്കെ മതി ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു 5-6 ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എടുത്ത് സബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മോൺസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സോൺ വരുമ്പോൾ സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നും എനിമീനെ കാണുന്നില്ല. ഇനി നമ്മൾ എനിമീനെ കാണുമ്പോൾ നമുക്കൊന്ന് വൺ ടാപ്പ് അടിച്ചിടാൻ പറ്റുമോ നോക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി ഒന്ന് കറക്റ്റാക്കിയല്ലേ ഗൈസ്. അപ്പോൾ അടിയിലൊരു സ്കാനർ ഉണ്ടാകും, അത് പൊട്ടിച്ചപ്പോൾ നേരെ ഒരുത്തം മഞ്ഞ കണ്ടു. ഓക്കെ, അവനൊന്ന് അടിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് റെഡ് തട്ടിപ്പോൾ ഡ്രാഗ് ചെയ്ത്, പക്ഷെ കൊണ്ടില്ല. പിന്നെ അടിച്ച് കൊണ്ടില്ല. 49 ഒരെണ്ണം കയറി ഗൈസ്. ഓക്കെ, പിന്നെ റെഡ് കത്തിയിട്ട് അവൻ്റെ മേത്ത് കയറുന്നില്ല ഗൈസ്. ഒരു ഡാമേജ് പോലും കയറുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവനോട് ഇത് ഉണ്ടായിരുന്നു ഗൈസ്. വെച്ചടിച്ചാൽ മതിയായിരുന്നു. ഹെഡ് കൊടുക്കാൻ നോക്കി കൊണ്ടില്ല ഗൈസ്. ഫോൺ ലാഗാണ് അതിൻ്റെ ഇടയ്ക്ക്. സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയിരുന്നോണ്ട്. ഓക്കെ ഗൈസ്, അവൻ അകത്തോട്ട് കയറിപ്പോയി. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പിടിക്കാം. നമ്മൾ നേരെ ആ അരസനലിൻ്റെ അവിടെ ആരും ഉണ്ട്, കാരണം അത് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് മറ്റേ ലോഞ്ചിങ് പാഡൊക്കെ കിട്ടി. സോ ഇവിടെ ഒരുത്തനെ കാണിച്ചിരുന്നു, ആ മെയ്സിൻ്റെ അവിടെ ഒരുത്തനെ കാണിച്ചിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കി എന്തായാലും ഒന്ന് നോക്കാം. പിന്നെ ഇവിടെയും കാണിച്ചു 3-4 എനിമീനാണ് ഗൈസ് കാണിച്ചത്. ഓക്കെ, അപ്പം ചുറ്റിനും എനിമി ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഒരുത്തനെ ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി നിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. പിന്നെ നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് വലിയ സീനില്ല ഗൈസ്. അപ്പോൾ ഇവന്മാരൊക്കെ എവിടെ ഗൈസ്? കുറേ നേരത്തെ ചുറ്റലിന് ശേഷം ഞാൻ ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടോ ഗൈസ്. ഓക്കെ, ദേ ഈ മരത്തിൻ്റെ അവിടെ ഉണ്ട്. ഓക്കെ, അവൻ ഈ മെയ്സിൻ്റെ അവിടേക്ക് ഓടണ പോലെ തോന്നി ഗൈസ്. ഓക്കെ, നമ്മൾ വുഡ്പെക്കറും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ അടുത്തിപ്പോൾ ഈ ഒരു എമൗണ്ട് പെർമനൻ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു എമൗണ്ട് പെർമനൻ്റ് ഉണ്ട്. ഇതും പിന്നെ നമ്മുടെ ഈ ഡെത്ത് അല്ല ഗൈസ്, ഈ മാർഷ്മെലോൻ്റെ എമൗണ്ട് ടെമ്പററി ആണ് ഗൈസ്. ഓക്കെ, അതെനിക്ക് എന്തോ മറ്റേ ഇതില്ലേ ഗൈസ്, മറ്റേ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ക്രേറ്റ് കിട്ടൂലേ, ആ ക്രേറ്റിൽ നിന്ന് എനിക്ക് ടെമ്പററി ആയിട്ട് അടിച്ചാണ്. ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മൾ വെറുതെ ഇങ്ങനെ നിലത്തോട്ട് ചറവറ വെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ശബ്ദം കേട്ട് വല്ല എനിമിയും വന്നാലോ, അല്ലെങ്കിൽ എന്നെപ്പോലെ കളിക്കണ വല്ല ബോട്ട് അക്കൗണ്ടിൽ കയറി കളിക്കണ വല്ല പ്ലെയറും വന്നാലോ ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ ടെലിപ്പോർട്ട് യൂസ് ചെയ്ത് എൻ്റെ അടുത്ത് മൈനില്ല ഗൈസ്. മൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു 61-64 എടുത്ത് ഗൈസ്. ഓക്കെ, 66 ഒരു അടി കൂടി മതി ഗൈസ്, അവൻ ചത്ത് ഉറപ്പാണ്. സോ ഓക്കെ, അവൻ അവിടെ ഗ്ലൂ ഇട്ട് നമുക്ക് ആ റോക്കറ്റ് ലാൻഡർ ഉപയോഗിക്കാം, പക്ഷെ വേറെ തീർക്കണ്ട ഗൈസ്. ഗൈസ് അപ്പോൾ നോക്കിയപ്പോഴാണ് ഗൈസ് അവിടെ ഇറങ്ങി നിൽക്കണം. ഓക്കെ, അവനൊരു 294 എടുത്ത് ഡൗൺ ആക്കി ഗൈസ്. ഓക്കെ, 68 40 ഗൈസ്. ഓക്കെ, നമ്മൾ വെച്ചിട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു ഗൈസ്. ഓ, ഞാനത് ബോഡി ഷോട്ടാണ് ഗൈസ് പ്രതീക്ഷിച്ചത്, പക്ഷേ അത് വൺ ടാപ്പ് കയറി. നമ്മൾ ഇച്ചിരി ഷോയൊക്കെ ഇടാം ഗൈസ്. എനിക്കിപ്പോൾ കറൻ്റ്ലി 8 പേര് എൻ്റെ കളി കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ 3 പേര് കാണുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 8 പേരാണ് ഗൈസ്. ഓക്കെ, അവിടെ നേരെ ഒരുത്തനുണ്ട് ഗൈസ്. ഓക്കെ, അവനൊന്ന് കൊടുക്കാം. 41 കൊടുത്ത് ഗൈസ്. അവൻ മുമ്പിൽ വിട്ടു ഗൈസ്. എനിക്ക് പുറകിൽ നിന്ന് നല്ല അടിയിട്ട് ഗൈസ്. ഓ, ഒരുത്തനെ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറി. പിന്നെ കൊല്ലാന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്, കാരണം എനിക്ക് ഹെൽത്ത് ഇല്ല. മറ്റേ ലിയോണുള്ളതുകൊണ്ട് അത്യാവശ്യം ഹെൽത്ത്. ഓക്കെ ഗൈസ്, അവൻ്റെ എക്സമേറ്റ് ആണ്. അവനൊരു വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് മെഡ് അടിക്കാം. അതിനുശേഷം ഇനി റിപ്പയർ കിറ്റൊക്കെ അടിക്കണം. ഹെൽമെറ്റൊക്കെ അവൻ നല്ല രീതിക്ക് ഡാം വന്ന്. സോ അവൻ്റെ അടുത്ത് എക്സമേറ്റും G1-8 AK ഭാഗ്യം കഴിച്ചു. ഓക്കെ, അവൻ്റെ അടുത്ത് വല്ല MP40 M10 ഏതെങ്കിലും ഒരു ഗണ്ണ് കുത്തിപ്പിടിക്കണമായിരുന്നു, ഞാൻ ഉറപ്പായിട്ടും ചത്താനെ. അതൊരു മണ്ടൻ പ്ലെയർ ആയിരുന്നു തോന്നുന്നു കഴിച്ചു. ഓക്കെ, ചിന്തിച്ച് കളിക്കാത്ത പ്ലേയേഴ്സിലെ നമ്മൾ ചില സമയത്ത് റഷ് ചെയ്യുമ്പോൾ ചിന്തിക്കൂല, അമ്മാതിരി കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, അവന് മനസ്സിലാവും പീക്കിൻ്റെ മണ്ടേന്ന് അടിയിട്ടീന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവൻ പുറകിലും ഗ്ലൂ ഇട്ട് ഈ ഒരു വെടങ്ങാനുണ്ട്. ഒരു കില്ല് കിട്ടി, എന്നാലും മറ്റേ കില്ല് പോയി ഗൈസ്. 2 കില്ല് കിട്ടണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ കില്ല് കിട്ടിയുള്ളൂ വെഡങ്ങൻ ചേർക്കണെ കൊണ്ട്. നമുക്ക് എന്തായാലും ഇനി വണ്ടി എടുക്കാം. ഞാൻ ജസ്റ്റ് എമൗണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, കാരണം മറ്റേ അക്കൗണ്ടിൽ കുറേ എമൗണ്ട് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എന്തൊരു വിഷമം കഴിച്ചു. ഞാൻ അക്കൗണ്ട് ബാനായി പോവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞു കഴിച്ചു. ചെറിയ പേടി കഴിച്ചു. ഓയ്യോ, ഞാൻ അവിടെ നിർത്താൻ നോക്കി, പക്ഷെ നിന്നില്ല കഴിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടിയിലോട്ട് പോവാം. പക്ഷെ നേരെ മുമ്പിൽ ഒരുത്തന് ഓടിയ പോലെ തോന്നി, പുറകിൽ ഒരുത്തനുണ്ട്. അപ്പോൾ നമുക്ക് അവനെ പോയി എന്തായാലും ഇടിച്ചിടാം. ഈസ് ഓക്കെ. ഓ, അവന് മാരൊക്കെ ഇടി. ഈസ് ഓക്കെ, ഇവനെന്തായാലും ഗേസ് ഇപ്പർ എത്തി. നമ്മൾ MP40 കുത്തി. നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് അടി വന്ന് നമ്മൾ എന്തായാലും ഫുൾ കവർ എടുത്ത് ഫുൾ മെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി എന്തായാലും മോൺസ്റ്റർ ട്രക്ക് ഉപയോഗിക്കാം. പക്ഷെ നല്ല അടി അടിക്കണം, മറ്റേ ഹോമറൊക്കെ ഇട്ട് നല്ല ഡാമേജ് വരുന്നുണ്ട് ഇവന്മാർ. ഞാൻ വെറുതെ തെറ്റിയൊരു ചെയ്തു. ഞാൻ വിചാരിച്ചു ബോട്ടുകളായിരിക്കും മര്യാദക്ക് അടിക്കൂലെന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാൻ
ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കഴിച്ചു ഗ്ലൂ ആളൊന്നും ഇല്ലാണ്ട്. നമ്മൾ എന്തായാലും നേരെ ചെന്നിട്ട് അവൻ ഇടിച്ചിടാൻ നോക്കാം. ഓ അവൻ നല്ല ഓട്ടമാണ്, കണ്ടം പിടിക്കുന്നതാണ്. ഇടിച്ച് 207 അവൻ കംപ്ലീറ്റ് ആയി. ഹേയ് അതെന്തത് അവൻ്റെ അടുത്ത് മറ്റേ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ ഇത് കൂടില്ലേ സോക്കി നമ്മൾ മറ്റേ സാധനം അതിനകത്തും കയറിയില്ലേ. സോ നമുക്ക് ഇതിൻ്റെ ഈ ട്രക്കിൻ്റെ മണ്ടയിൽ കൂടി എൻ്റെ മണ്ടയിൽ കയറാൻ പറ്റൂല്ലേ എന്ന് നോക്കാം കേട്ടോ. കാരണം ട്രക്കിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ പറ്റൂല ഗൈസ്. ഓക്കെ നമുക്ക് തന്നെ എന്തായാലും ഒരു ഗ്ലൂ ഇടലും എടുത്തിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവില്ലെന്ന് നോക്കാം. ഗൈസ് നമ്മൾ ഗ്ലൂ ഇടാനായിട്ടൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്ക് ഈ ഒരളവിൽ ഗ്ലൂ ഇട്ടാൽ ആവും ഗൈസ്. അറിഞ്ഞൂടാ അനൽത്ത് വേണം ഗൈസ്. ഓക്കെ പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഇനി ബ്ലൈൻഡ് റഷ് ചെയ്യാം ഗൈസ്. ഒന്നും നോക്കണ കയറി ചെന്ന് അടിച്ച് കിണ്ടിയാക്കി. അയ്യോ ഗൈസ് ഇവനിവിടെ ഇരിക്കുകയായിരുന്നു, അതാണ് ആ ഡാമേജ്. അയ്യോ ഇപ്പക്കറായി പോയി അമ്മേ. ഗ്ലൂവായില്ല ഗൈസ്. മണ്ടനാണ് ഗൈസ് അവൻ. അയ്യോ സോണിയ ഗൈസ്. ഈ സോണിയ വൻ ശോകം. ഭാഗ്യം അവൻ ഡിമിട്രി ഇട്ടില്ല. ബോട്ട് മണ്ടനാണെന്ന് തോന്നുന്നു. ബോട്ടല്ല, ഒരു ചിന്തിക്കാതെ കളിക്കുന്ന പ്ലെയറാണ്. പാരാപ്പെല്ലുണ്ടായിരുന്നു, ഉസ്സി ഉണ്ടായിരുന്നു, പിന്നെ ഏത് കണ്ടാണ്ടായിരുന്നു നോക്കി ഗൈസ്. ഓക്കെ നമുക്കിനി വണ്ടി എടുക്കാൻ നിൽക്കണ്ട, നേരെ റഷ് ചെയ്യാം. ഇന്നിവിടെ ഏതെങ്കിലും ഒരുത്തൻ വണ്ടിക്ക് വന്ന് ഓടാ ഇടിച്ചിരിച്ച് അടാ മോനെ സീ ഇടിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചാടിയത് വണ്ടിയുടെ മേളിൽ കൂടെ ആയിപ്പോയി. കറക്റ്റ് ടൈമിങ്ങിലാ ഒറിയോണിട്ടിൽ പെട്ടെന്ന്. ഓക്കെ ഒരു 54 ഹെഡ് കൊടുത്തു. ഓക്കെ 65-85 ഹെഡ് കൊടുത്തു. പക്ഷെ അപ്പോൾ ഊക്കൊന്ന് ഫ്രണ്ടായി. പക്ഷെ എനിക്ക് ഫ്രണ്ടാവനോടൊന്നും താല്പര്യമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവൻ തന്നെ നമ്മളെ കൊല്ലും. നിങ്ങൾ ഞങ്ങളുടെ BA ഫ്രണ്ട് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ടീമൊപ്പമായിട്ട് അവന്മാർ വെച്ചടിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും കൊല്ലാൻ നോക്കിയാണ്. പിന്നെ എനിക്കധികം ടൈമും ഇല്ല കളയാനായിട്ട്. കാരണം ഈ അക്കൗണ്ട് കളിച്ച് അത്യാവശ്യം ലെവലാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓക്കെ അവന് 18-21 ഡാമേജ് കിട്ടി. നമ്മൾ എന്തായാലും സേഫ് സോണിലോട്ട് മറ്റേ ലോഞ്ചിങ് പാഡ് വെച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും ഒരു സ്കാനറും കൂടി വിട്ടു. അപ്പോൾ അവൻ എങ്ങനെയൊക്കെ റഷ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിക്ക് ഞാൻ ഈ സ്കാനറും കൂടി വിട്ടു. അപ്പോൾ ഓക്കെ അവൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. കളി ബുയി എടുക്കോ ഇല്ലയെന്ന് അറിഞ്ഞോളൂ. 11 ഇല്ലായി. ഇവനെയും കൂടി കൂട്ടി 12 ആക്കാം. കേസ് നമുക്ക് പിന്നെ ഒരു ലോഞ്ചിങ് പാഡും കൂടി കിട്ടിയോ. ഓക്കെ ഒരു ലോഞ്ചിങ് പാഡും കൂടി കിട്ടി. നമുക്ക് എന്തായാലും നേരെ യൂസ് ചെയ്ത് അവൻ്റെ അടുത്തോട്ട് പോവാം. പക്ഷെ അധികം ആയിക്കഴിഞ്ഞാൽ നല്ല ഡാമേജ് ആണെന്നാണ്. അവൻ അത്യാവശ്യം കളിക്കാറിയുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. അവൻ എന്നെപ്പോലെ ന്യൂബ് അക്കൗണ്ട് വന്ന് ബോട്ടുകളൊക്കെ അടിച്ചിട്ട് ഷോ കാണിക്കുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. കഴിച്ചോട്ട് നമ്മൾ എന്തായാലും മറ്റേ സംഭവമൊക്കെ ഇട്ടിട്ട് ഓടാ 8-9 കഴിച്ച് ഹെഡ് കയറുന്നത്. നമുക്ക് ഈ ഹോട്ടിക്ക് ലോങ് എടുത്ത് കഴിഞ്ഞാൽ വൻ ഷോകമാണ്. കേസ് ഞാൻ പരമാവധി ഡ്രാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുട്ടി പിടിച്ചവൻ ഇപ്പം തന്നെ ഇടാൻ പറ്റുമെന്നുള്ളൂ. പക്ഷെ എന്നാൽ എനിക്ക് ഹെഡ് ഷോട്ട് കില്ലാക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം കഴിച്ചു. ഓക്കെ ഹെഡ് ഷോട്ട് അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കഴിച്ചു. ഓക്കെ നമ്മൾ എന്തായാലും ഗ്ലൂവിനൊക്കെ ഡാമേജ് കൊടുത്ത് നമുക്ക് ഇതെന്തായാലും വിട്ട് നോക്കാം. നീഡറിന് അതങ്ങനെ കൊണ്ടിരുന്ന് ഉറപ്പാടി നല്ല ഡാമേജ് കിട്ടിയാൽ അവൻ നല്ല ഡാമേജ് തന്നെ ചോദിച്ചു. എനിക്കാണെങ്കിൽ ഗ്ലൂ ഇടയ്ക്ക് സ്വിച്ച് ആവത്തില്ല. നമ്മൾ എന്തായാലും മറ്റേ സാധനം ഇൻഹേലറൊക്കെ വലിച്ചിട്ട് മാക്സിമം ഹീലാവാൻ നോക്കുന്നുണ്ട്. ഇൻഹേലറൊക്കെ അത്യാവശ്യം ഉണ്ട് ചോദിച്ചു. ഓക്കെ മെഡിക്കിറ്റും ഉണ്ട്, 7 മെഡിക്കിറ്റോളം ഉണ്ട്. ഓക്കെ നമ്മൾ 2 ഗ്ലൂ ഇട്ട് ഒരു ലോഞ്ചർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്ത്. ഓക്കെ സോ അവൻ മറ്റേ സാധനം ഉണ്ട് ചോദിച്ചു അവൻ്റെ കയ്യിൽ. ഏത് മറ്റേ ആ ഷൂ ഇല്ലേ ക്ലാഷ് കോഡിൽ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ എടുക്കാൻ വേണ്ട ആ ബൂട്ട്, അതും വെച്ച് അവൻ പറന്ന് നടന്നടിക്കണം ചോദിച്ചു. ഓക്കെ അവനപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് പോരാത്തിന് റിപ്പയർ കിറ്റ് അടിച്ച് ഇത് ഞാൻ ഫുൾ ഹെൽത്ത് അല്ല ഗൈസ് മറ്റേ വെസ്റ്റിൻ്റെ ഹെൽത്ത് നമ്മൾ അത്യാവശ്യം ഫുള്ളാക്കി. മെഡിക്കിറ്റ് അടിച്ച് അത്യാവശ്യം ഫുള്ളാക്കി. എൻ്റെ അടുത്താണ് ക്യാറ്റ സ്കില്ലും ഇല്ല. അത് അവൻ്റെ കയ്യിലും ഉണ്ടാവില്ല ഗൈസ്. അവൻ നേരത്തെ നോക്കും കിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം. സോ നമ്മൾ എന്തായാലും മാക്സിമം അവനെ കംപ്ലീറ്റ് ചെയ്ത് ഈ കളി പോയി എടുത്ത് വെച്ചു. ഓക്കെ അപ്പോൾ നമുക്ക് 102+ കിട്ടി. എന്തായാലും നമ്മൾ എന്തായാലും പ്ലാറ്റിനം 1 ആയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് ഗൈസ്. ഓക്കെ അതേ ഗോൾഡ് 4 പ്ലാറ്റിനം 1 ആയി. ഓക്കെ ഇനി പ്ലാറ്റിനം 1 നമ്മൾ മറ്റേ നോ ഗ്ലൂ ആൾ ചലഞ്ചൊക്കെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ലവ് യു ഓൾ, ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഹാക്കഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു പുതിയ ഇവൻ്റാണ്. അത് എന്താണെന്നുള്ള ലീക്കും കൺഫർമേഷനൊക്കെ എനിക്ക് കിട്ടിയ ശേഷം ഞാൻ എന്തായാലും ഇനി അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യണില്ല. പിന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ റിസ്ട്രിക്ഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.